ഇഴക്കൂട്ട് അനിയന്മാരുടെ മേളം അങ്ങനെ കൊട്ടിക്കയറുകയാണ്. അതിന്റെ ആവേശത്തിലാണ് ഇവിടെ പൂരപ്രേമികളൊക്കെ തന്നെ. ആയിരക്കണക്കിന് പേരാണ് ഈ വടക്കുന്നാഥ സന്നിധിയിൽ ഈ നമ്മുടെ എറണാകുളം ശിവകുമാറിന്റെ മുകളിൽ ആ നീതലക്കാവിൽ അമ്മ എഴുന്നള്ളുന്നത് കാണാനായി ആയിരക്കണക്കിന് പേര് ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇവിടെ ഇഴക്കൂട്ട് അനിയന്മാരുടെ മേളം കൊട്ടിക്കയറുന്നത് ആസ്വദിച്ച് ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ. പൂരം തുടങ്ങിക്കഴിഞ്ഞു എന്നൊന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ തൃശ്ശൂരുകാരും പൂരപ്രേമികളും എല്ലാവരും ആസ്വദിക്കുകയാണ്. പ്രായഭേദമന്യേ എത്രയോ പേരാണ്, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ മേളം ആസ്വദിക്കുകയാണ്. അടിപൊളിയായിട്ട് എല്ലാവരും പൂരം തുടങ്ങിയതിന്റെ ആവേശത്തിലാണ്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ദിവിഷ് പറഞ്ഞതുപോലെ ഒരു 45 മിനിറ്റ് 50 മിനിറ്റിനുള്ളിൽ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലൂടെ നീതലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളിപ്പ് അകത്തേക്ക് പ്രവേശിക്കും. അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം, ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ആ പൂര വിളംബരത്തിനായി നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ നിന്ന് എറണാകുളം ശിവകുമാർ നീതലക്കാവിൽ അമ്മയുടെ തിരമുമായി കടന്നു വരുന്നതോടെ പൂര വിളംബരം തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അതിനുശേഷം ശ്രീമൂലസ്ഥാനത്ത് വെച്ച് പൂരം വിളംബരം ആരംഭിക്കും. എന്തായാലും വലിയ ആവേശത്തിലാണ്, വലിയ ആഹ്ലാദത്തിലാണ് പൂരപ്രേമികൾ എല്ലാവരും തന്നെ. കനത്ത ചൂടിനെ അവഗണിച്ചു ആ മേളം ആസ്വദിച്ച്, ആ മേളം കൊട്ടിക്കയറുന്നത് ആസ്വദിച്ച് പൂര വിളംബരത്തിനായി കാത്തു നിൽക്കുകയാണ് ആയിരങ്ങൾ. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വടക്കുന്നാഥന്റെ പടിഞ്ഞാറേ ഗോപുരനടയിലൂടെ എറണാകുളം ശിവകുമാർ എത്തിയ നീതലക്കാവിലമ്മയുടെ തിടമ്പ് പ്രവേശിക്കും. അതിനുശേഷം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഒരുപാട് പേർ ക്യാമറ കണ്ണുകളും മൊബൈലുകളുമായിട്ടൊക്കെ ഏതാനും മണിക്കൂറുകളായി അവിടെ കാത്തിരിക്കുകയാണ്.